ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് തരത്തിൽ കമ്പനിയെ ക്ലാസിഫൈ ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇത് നമ്മൾ നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, കമ്പനിയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദേശീയതയുടെ അടിസ്ഥാനത്തിൽ അല്ലേ, നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കമ്പനിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കമ്പനിയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. കമ്പനീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്. ഫസ്റ്റ് വൺ നാഷണൽ കമ്പനീസ്, സെക്കൻഡ് വൺ ഫോറിൻ കമ്പനി. നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കമ്പനിയെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് നാഷണൽ കമ്പനീസ് എന്നറിയപ്പെടുന്നു, രണ്ടാമത് ഫോറിൻ കമ്പനീസ് എന്നറിയപ്പെടുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ നമുക്ക് നോക്കാം, നാഷണൽ കമ്പനി. എന്താണ് നാഷണൽ കമ്പനി എന്ന് നോക്കാം. എ കമ്പനി ഫോംഡ് അണ്ടർ സ്പെസിഫിക് കമ്പനി ആക്ട് ഓഫ് ദി നാഷൻ ഈസ് കോൾഡ് നാഷണൽ കമ്പനി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു രാജ്യത്തെ പ്രത്യേകമായ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന, രൂപീകരിക്കപ്പെടുന്ന കമ്പനികളെ പറയുന്ന പേരാണ് നാഷണൽ കമ്പനീസ് എന്ന്. ഒരു രാജ്യത്തെ സ്പെസിഫിക് ആയിട്ടുള്ള കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനീസ് ആണ് നാഷണൽ കമ്പനീസ്. ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള കമ്പനീസ് ആക്ടുകൾ ഉണ്ടാവും. എല്ലാ രാജ്യത്തും എന്തുണ്ടായിരിക്കും, കമ്പനി നിയമം. കമ്പനി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി നിയമങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, അത്തരത്തിൽ കമ്പനി എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. എങ്ങനെ? സ്പെസിഫിക് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു രാജ്യത്തിന്റെ പ്രത്യേകമായ കമ്പനി ആക്ട്, കമ്പനി നിയമപ്രകാരം രൂപീകരിക്കപ്പെടുന്ന കമ്പനിയെ പറയുന്ന പേരാണേത്, നാഷണൽ കമ്പനീസ് എന്ന്, ദേശീയ കമ്പനികൾ എന്ന്, നാഷണൽ കമ്പനീസ് എന്ന്. എല്ലാ രാജ്യത്തും ഒരു കമ്പനി നിയമം ഉണ്ടാകും. ആ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കമ്പനികളും എന്താണ്, നാഷണൽ കമ്പനീസ് ആണ്. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ ഏതാണ് നാഷണൽ കമ്പനി? ഇന്ത്യയിൽ ഏതാണ് നാഷണൽ കമ്പനി? ഇൻ ഇന്ത്യ a company formed as per the Companies Act 2013 or earlier Companies Act, it is called a national company. ഇന്ത്യയിൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള, രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കമ്പനികളെയാണ് നാഷണൽ കമ്പനി എന്ന് വിളിക്കുന്നത്. കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള കമ്പനീസ് ആക്ടോ അതിനുശേഷമുള്ള അമെൻമെന്റ് പ്രകാരമോ ഒക്കെ ഇന്ത്യയിൽ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളെ വിളിക്കുന്ന പേര് നാഷണൽ കമ്പനീസ് എന്നാണ്. അപ്പൊ സംശയമില്ലല്ലോ, ഇന്ത്യയിൽ ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എല്ലാ കമ്പനികളെയും നമുക്ക് എന്ത് വിളിക്കാം, നാഷണൽ കമ്പനി എന്ന് വിളിക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആദിത്യ ബിർള ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ടാറ്റ സൺസ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഹീറോ മോട്ടോ കോർപ്പ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അത് എക്സാമ്പിളുകളാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നാഷണൽ കമ്പനീസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഫോറിൻ കമ്പനി, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫോറിൻ കമ്പനി, അല്ലെ, വിദേശ കമ്പനികൾ എന്നർത്ഥം വരുന്നത്. വിദേശ കമ്പനികൾ എന്നാൽ എന്താണ്? എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കമ്പനികളാണ് ഏത്, ഫോറിൻ കമ്പനീസ് എന്നറിയപ്പെടുന്നത്. ഫോറിൻ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആസ് പെർ ദി ആക്ട് ഓഫ് ദാറ്റ് കൺട്രി. ഒരു വിദേശ രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കമ്പനികളാണ് ഏത്, ഫോറിൻ കമ്പനി എന്നറിയപ്പെടുന്നത്. ഫോറിൻ ചാർട്ടർ പ്രകാരമോ, ശ്രദ്ധിക്കുക, ചാർട്ടേഡ് കമ്പനികൾ നിങ്ങൾ പഠിച്ചതാണല്ലേ. ഫോറിൻ ചാർട്ടർ പ്രകാരമോ, ഫോറിൻ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാരമോ അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസ് ആക്ട് പ്രകാരമോ ഇന്ത്യക്ക് പുറത്ത് രൂപീകരിക്കുന്ന, ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസിനെ വിളിക്കുന്ന പേരാണ് ഫോറിൻ കമ്പനി എന്നുള്ളത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 24 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഫോറിൻ കമ്പനി എന്നാൽ എന്താണെന്നാണ് പറയുന്നത്. ഫോറിൻ കമ്പനി മീൻസ് എ കമ്പനി incorporated outside India
ഇന്ത്യക്ക് പുറത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. മാത്രമല്ല ദ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ, പക്ഷേ ബിസിനസ് നടക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ്. കിട്ടിയ? അതായത് ഫോറിൻ കമ്പനി മീൻസ് ദ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ദ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് രൂപീകരിക്കപ്പെട്ടുള്ള കമ്പനിയാണ് ഏത്? ഫോറിൻ കമ്പനി. ബട്ട് ദ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ, പക്ഷേ അവരുടെ ബിസിനസ്, അവരുടെ വ്യാപാരം നടക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ്. വെദർ ഇറ്റ്സെൽഫ്, ആ കമ്പനി നേരിട്ട് കൊണ്ടാണ് വ്യാപാരം നടത്തുന്നത്, അല്ലെങ്കിലോ ത്രൂ ആൻ ഏജന്റ്, ഒരു ഏജന്റ് മുഖാന്തരമാകാം, ഓർ ഇലക്ട്രോണിക് മോഡിന്റെ സഹായത്തോട് കൂടിയിട്ടാകാം. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യാം? ഇവർക്ക് ഫോറിൻ കമ്പനീസിന് എന്ത് ചെയ്യാം. അപ്പൊ എന്താണ് ഫോറിൻ കമ്പനി എന്നാൽ? ഇന്ത്യക്ക് പുറത്ത് രൂപീകരിക്കപ്പെട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യക്ക് പുറത്ത് ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് രൂപീകരിക്കപ്പെട്ടുള്ള കമ്പനിയാണ്. വിദേശ രാജ്യത്തെ ചാർട്ടർ പ്രകാരമോ സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാരമോ കമ്പനീസ് ആക്ട് പ്രകാരമോ ഇന്ത്യക്ക് പുറത്ത് രൂപീകരിക്കപ്പെട്ട കമ്പനിയാണ് ഫോറിൻ കമ്പനി. പക്ഷേ അവരുടെ ബിസിനസ് എന്തായിരിക്കും? ഇന്ത്യയിലായിരിക്കും. their business place of business in India, അവരുടെ ബിസിനസ് നടക്കുന്ന സ്ഥലം എവിടെയായിരിക്കും? ഇന്ത്യയിലായിരിക്കും. വെദർ ഇറ്റ്സെൽഫ്, കമ്പനി നേരിട്ട് കൊണ്ടായിരിക്കും ബിസിനസ് നടത്തുന്നത്, ഓർ ത്രൂ ആൻ ഏജന്റ്, അല്ലെങ്കിൽ ഏജന്റ് മുഖാന്തരമായിരിക്കാം, ഓർ ഇലക്ട്രോണിക് മോഡ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലൂടെ ആയിരിക്കാം. ഓക്കെ. യൂണിലീവർ അല്ലേ, അറിയാം. യൂണിലീവർ എന്ന് പറയുന്ന കമ്പനി അല്ലേ, ഒരു ട്രാൻസ്നാഷണൽ കമ്പനിയാണ്. അതൊരു ഫോറിൻ കമ്പനിയായിട്ട് പരിഗണിക്കാം. അതുപോലെ ഒരുപാട് കമ്പനികൾ പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് കമ്പനികൾ, ട്രാൻസെൻഡ്, സ്ട്രോൺറ്റിയം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കമ്പനികളുണ്ട്. അതൊക്കെ എന്താണ്? ഇത്തരത്തിലുള്ള ഫോറിൻ കമ്പനികളായിട്ട് പരിഗണിക്കാവുന്നതാണ്. വാൾമാർട്ട് ഒരു ഫോറിൻ കമ്പനിയാണ്. ഓക്കെ. അതുപോലെയുള്ള കമ്പനികൾ, നമുക്ക് ഒരുപാട് കമ്പനികൾ എക്സാമ്പിളുകൾ കിട്ടും. അപ്പൊ അതാണ്. പിന്നെന്താണ് ഫോറിൻ കമ്പനിയിൽ വരുന്നത്? ആൻഡ് സച്ച് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ എനി മാനർ, ഏത് രൂപത്തിലും ഇന്ത്യക്ക് പുറത്ത് രൂപീകരിക്കപ്പെടുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ഏതെങ്കിലും രൂപത്തിൽ ബിസിനസ് നടത്തുകയാണെങ്കിൽ ആ കമ്പനിയൊക്കെ ഫോറിൻ കമ്പനിയാണ്. ഔട്ട്സോഴ്സ് ചെയ്യുക അല്ലെ. ഫോറിൻ കമ്പനിക്ക് അവരുടെ വർക്കിനെ എന്ത് ചെയ്യുക? ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. അതുപോലെ ലൈസൻസ് കൊടുത്തുകൊണ്ട്, ലൈസൻസിങ്ങിലൂടെ, അതുപോലെ ഫ്രാഞ്ചൈസിങ് ചെയ്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യാം? ഒരു ഇന്ത്യക്ക് പുറത്ത് രൂപീകരിക്കപ്പെട്ട കമ്പനിക്ക് ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒക്കെ അതെന്താണ്? ഒരു ഫോറിൻ കമ്പനി ആയിട്ട് പരിഗണിക്കപ്പെടും. ആസ് പെർ ദി സെക്ഷൻ 379 ഓഫ് ദി കമ്പനീസ് ആക്ട്, കമ്പനീസ് ആക്ടിലെ 379 പ്രകാരം പറയുന്നത് നോട്ട് ലെസ് ദാൻ 50% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, 50% കുറയാത്ത പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇന്ത്യയിൽ എന്ത് ചെയ്തിരിക്കണം? ഒരു ഫോറിൻ കമ്പനിയുടെ ക്യാപിറ്റൽ എന്ത് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ 50% കുറയാതെ എന്ത് ചെയ്തിരിക്കും? ഇന്ത്യയിലെ സിറ്റിസൺസോ ഇന്ത്യൻ കമ്പനീസോ ഒക്കെ എന്ത് ചെയ്യാം? അതിൽ ഹോൾഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അതൊക്കെ കമ്പനീസ് ആക്ടിന് കീഴിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്. പിന്നെ പറയുന്നത് ആസ് പെർ ദി സെക്ഷൻ 380 ഓഫ് കമ്പനീസ് ആക്ട്, 380 കമ്പനീസ് ആക്ട് സെക്ഷൻ 380 പ്രകാരം പറയുന്നത് there are certain documents required to register എ ഫോറിൻ കമ്പനി. ഇന്ത്യയിൽ ഒരു ഫോറിൻ കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ചാർട്ടേഡ് കമ്പനി ആണെങ്കിൽ ചാർട്ടറിന്റെ ഒരു കോപ്പി, സർട്ടിഫൈഡ് ആയിട്ടുള്ള കോപ്പി വെക്കണം. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ആണെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് വെക്കണം. ഓർ കമ്പനീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ, ഇന്ത്യക്ക് പുറത്ത് കമ്പനീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനി, ഈ രേഖകൾ എന്ത് ചെയ്തിരിക്കണം? കാണിച്ചിരിക്കണം. രജിസ്ട്രാർ മുമ്പാകെ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുമ്പാകെ എന്ത് ചെയ്തിരിക്കണം? ഈ രേഖ വെക്കണം. ഒന്നാമത്തെ രേഖ ഇതാണ് വെക്കേണ്ടത്. ഒരു ഫോറിൻ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ചാർട്ടറിന്റെ കോപ്പി, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടിന്റെ കോപ്പി, അല്ലെങ്കിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷന്റെ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന്റെ കോപ്പിയൊക്കെ വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയോ ഫുൾ അഡ്രസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഓർ പ്ലേസ് ഓഫ് ബിസിനസ് നടക്കുന്ന സ്ഥലത്തിന്റെ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിന്റെ മുഴുവൻ അഡ്രസ് രേഖപ്പെടുത്തിയിരിക്കണം, അത് കൊടുക്കണം. പിന്നെ ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് സെക്രട്ടറി, കമ്പനിയുടെ സെക്രട്ടറിയെ കുറിച്ചും ഡയറക്ടേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ. പിന്നെയോ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി റെസിഡന്റ് ഡയറക്ടേഴ്സ് ഹു വർക്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യത്ത്
പ്രവർത്തിക്കുന്ന റെസിഡന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, റെസിഡന്റ് പേഴ്സൺസ് ഉണ്ടാവും, അവരുടെ നെയിമും അഡ്രസ്സും വേണം. അതുപോലെ പർട്ടിക്കുലേഴ്സ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസിംഗുമായി ബന്ധപ്പെട്ട പർട്ടിക്കുലേഴ്സ് ആൻഡ് അതർ മാറ്റേഴ്സ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം? കമ്പനിയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു ഫോറിൻ കമ്പനിക്ക് രജിസ്ട്രേഷൻ ഇന്ത്യയിൽ കിട്ടുകയുള്ളൂ എന്നുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഔട്ട്സൈഡ് കമ്പനിയാണെങ്കിൽ, ഒരു ഫോറിൻ കമ്പനിയാണെങ്കിൽ അത് ഫോറിൻ കമ്പനിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ട പേരുകൾ, വേർഡ്സുകൾ എന്ത് ചെയ്തിരിക്കണം? ഒരു ഫോറിൻ കമ്പനിയുടെ പേരിന്റെ കൂടെ എന്ത് ചെയ്തിരിക്കണം? അറ്റാച്ച് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കമ്പനിയെ രണ്ടായി തരംതിരിച്ചു, നാഷണൽ കമ്പനീസ് എന്നും ഫോറിൻ കമ്പനി എന്നും. ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.